ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അവര് പോട്ടെ മുത്തശ്ശി, ഇവിടെയും കടകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാലോ. ബീയിങ് ഇൻ ദ പാർട്ട് ഓഫ് സൊല്യൂഷൻസ്, അതല്ലേ നല്ലത്. നിന്നോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാ ചെയ്, നിന്റെ ഇഷ്ടം. അല്ലാതെ എന്ത് പറയാനാ? അവന്റെ ഹൽദിയുടെ പർച്ചേസിനല്ലേ പോകുന്നത്, അപ്പൊ പിന്നെ അവനില്ലാതെ പറ്റുമോ? ഇങ്ങനൊരു ഷോപ്പിങ്ങിന്റെ ആവശ്യമുണ്ടോ പൂർണിമ? ഡ്രസ്സുകളും ആഭരണങ്ങളും ഇവിടെ കൊണ്ട് തന്നല്ലേ? ഡ്രസ്സുകൾ മാത്രല്ല ചെറിയച്ച, വേറെയും സാധനങ്ങൾ വാങ്ങാനുണ്ട്. പിന്നെ ഹൽദിയുടെ ഡ്രസ്സ് നമ്മൾ ഡിസൈൻ ചെയ്യിച്ചായിരുന്നല്ലോ. ഒരു കല്യാണം വന്നാ എത്ര ഫംഗ്ഷൻസ് ആണെന്നറിയോ ഇപ്പൊ? ഇതൊക്കെ കച്ചവടക്കാർ മാർക്കറ്റ് ചെയ്യുന്നല്ലേ. ഈ പെണ്ണുങ്ങൾ അതിൽ ഇൻഫ്ലുവൻസ് ആകുന്നു, അത്രേ ഉള്ളൂ. എല്ലാവർക്കും ജീവിക്കണ്ടേ, അപ്പൊ നമ്മളാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്തു കൊടുക്കണം. ആ പൃഥ്വി, നീ അക്ഷിതെ വിളിച്ചില്ലേ? അവര് ഷോപ്പിലേക്ക് വന്നോണ്ടിരിക്കുക. വണ്ടി ചിറക്കിലേക്ക് അയക്കണോ? എന്തിന്? അവര് വേണമെങ്കിൽ ടാക്സി വിളിച്ചു വന്നോളൂ. അത് തന്നെ, അത്രയെങ്കിലും ഈ കല്യാണത്തിന് വേണ്ടി അവര് ചെയ്യട്ടെ. ഏതായാലും ഇത്തവണത്തെ ഓണം ബമ്പറും ക്രിസ്മസ് ബമ്പറും എല്ലാം ഒന്നിച്ചടിച്ചിരിക്കുന്നത് അഷിതയ്ക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കുവാ. ഈ കല്യാണം തീരുമാനിച്ചത് മുതൽ റോയൽ ലൈഫ് അല്ലേ? എന്താ ചെറിയച്ച ഇത്? ചെറിയച്ചൻ ഇങ്ങനെ സംസാരിക്കാതെ. നമ്മൾ ഈ രീതിയിലാ കാണുന്നതെന്ന് അവരറിഞ്ഞു കഴിഞ്ഞാ അഷിതയ്ക്ക് അത് എത്രമാത്രം സങ്കടാവുന്നറിയോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ പൂർണിമ. ഒരാളെ വേദനിപ്പിക്കുന്ന തമാശകൾ പറയാതിരിക്കുന്നേ നല്ലത്. ടൈമായില്ലേ? ഈ ലൂസ് സ്റ്റോക്ക് ഒക്കെ നിർത്തിയിട്ട് നമുക്കൊന്ന് ഇറങ്ങിക്കൂടെ? ആ ശരി, എന്നാ ഞങ്ങള് ഇറങ്ങിക്കട്ടെ. ശരി മോളെ. വാ ചെറിയമ്മ. വാ. പോയിട്ട് വരാമേ. നാത്തൂനെ, ഇതൊരു അവസരം. പൂർണിമയുടെ ചെലവിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഇന്ന് വാങ്ങണം. അതെ, എല്ലാവരും വില കൂടിയ സാധനങ്ങൾ എന്നെ നോക്കി വാങ്ങിച്ചോ. എന്റെ ഗിരിജെ, നിങ്ങൾ ഇങ്ങനെ അതപ്പതിക്കരുത്. അവരുടെ ഭാഗത്തുനിന്ന് ഒരു മര്യാദ കാണിക്കുന്നെന്ന് കരുതി നിങ്ങൾ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് മോശമാ. അമ്മ അല്ലെങ്കിൽ എന്തിനും കുറ്റമല്ലേ കാണുള്ളൂ. ഓ, ഞാൻ പറഞ്ഞതിന് എന്ത് കുറ്റാ ഉള്ളത്? അതൊന്ന് പറഞ്ഞു തന്നേ. പിന്നെ ഈ പറഞ്ഞത് എന്താ? ഞങ്ങൾ കുറച്ച് നല്ല ഡ്രസ്സ് വാങ്ങിക്കുന്നതില് അമ്മയ്ക്ക് എന്തിനാ കുശുമ്പ്? ഓഹ്, അത് നിനക്ക് അറിയില്ല ഗിരിജെ, നിന്റെ അമ്മയ്ക്ക് ദുർഗ മാത്രം നല്ലത്. അതെ, എനിക്ക് ഈ കല്യാണം വന്നതുപോലും മുത്തശ്ശിക്ക് ഇഷ്ടായിട്ടില്ല. എനിക്കൊരിഷ്ടക്കുറവുമില്ല. ഞാൻ ഒന്നും പറയുന്നുമില്ല. നിങ്ങൾ നിങ്ങളെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാ ചെയ്തോ. മുത്തശ്ശി പറഞ്ഞാൽ എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. കല്യാണത്തിന് മുമ്പ് നിങ്ങളുടെ ആ തനി സ്വഭാവം അവരെ കാണിക്കാത്ത തന്നെയാ നല്ലത്. അഥവാ അങ്ങനെ കാണിച്ചാ അതിന്റെ നാണക്കേടും നിങ്ങൾക്ക് തന്നെയാ. എടാ, അതൊന്നും മനസ്സിലാക്കാനുള്ള ബോധം ഇവർക്കില്ലടാ. അതുകൊണ്ട് നീ ഒന്നും പറയണ്ട, മിണ്ടാതിരിക്കുന്നതാ. അത് പുതിയൊരു കണ്ടുപിടുത്താണല്ലോ. ഇനി അഥവാ അതിന്റെ പേരിൽ ഒരു നാണക്കേടുണ്ടെങ്കിൽ അത് ഞങ്ങൾ അങ്ങോട്ട് സഹിച്ചു അല്ലേ ചേച്ചി? ആ അതെ. വെറുതെ സംസാരിച്ചെന്ന് സമയം കളയാതെ നമുക്കിറങ്ങാം. അതിന് ദുർഗ വന്നില്ലല്ലോ. ദുർഗേ, മോളെ ദുർഗേ. ഇവിളിതങ്ങോട്ടാ. ദുർഗ, ദുർഗ മോളെ. വന്നു മുത്തശ്ശി. എവിടെയായിരുന്നു മോളെ? ദേ, ഇവരെ ഇറങ്ങാൻ തുടങ്ങുന്നു. വേഗം ചെല്ല്. ഞാൻ റെഡിയാ മുത്തശ്ശി. നീ എന്തിനാ റെഡി ആയത്? അതെന്താ വസുമതി അങ്ങനെ ഒരു ചോദ്യം? ഡ്രസ് എടുക്കാൻ ഇവളും വരണ്ടേ? വേണ്ട. അല്ലെങ്കിൽ തന്നെ അഷിയുടെ ഡ്രസ്സ് വാങ്ങിക്കാൻ ഇവളെന്തിനാ? ആഹാ, അപ്പൊ നീ പോന്നതോ ഗിരിജെ? എന്നെ പോലെയാണോ ഇവള്? അതെന്താ, നിനക്ക് കൊമ്പുണ്ടോ? നല്ലൊരു കാര്യത്തിന് പോകാൻ തുടങ്ങുമ്പോ അമ്മ വെറുതെ അലമ്പുണ്ടാക്കാൻ നിൽക്കണ്ട. സത്യത്തിൽ ഈ പ്രശ്നം ഉണ്ടാക്കുന്ന അമ്മ അപ്പച്ചിയാ. നിങ്ങൾക്ക് എന്താ ദുർഗേച്ചിനെ കൂടെ കൊണ്ടുപോയാ? ദുർഗേച്ചിക്കും സാധനങ്ങളൊക്കെ വാങ്ങാണ്ടാവൂലേ? വേണ്ട അബി, വെറുതെ എന്റെ കാര്യം പറഞ്ഞ് വഴക്കിടണ്ട. ഞാൻ പോകുന്നില്ല. അത് നീയാണോ ദുർഗ തീരുമാനിക്കുന്നത്? നിന്നെ കൊണ്ടുപോകാതെ ആരും ഇവിടുന്ന് എങ്ങോട്ടും പോണില്ല. മുത്തശ്ശിക്ക് എന്താ? ദുർഗ മാത്രമാണോ മുത്തശ്ശിയുടെ പേരക്കുട്ടി? എന്റെ സന്തോഷത്തിന് ഒരു വിലയില്ലേ? നിനക്ക് ആവശ്യത്തിൽ കൂടുതൽ വില തരാനും സന്തോഷിപ്പിക്കാനും ഇവിടെ ഒരുപാട് പേരുണ്ട്. പക്ഷെ ദുർഗയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. മുത്തശ്ശി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഞാൻ ഒരിടത്തും പോകുന്നില്ല. എന്റെ സന്തോഷത്തിന് വേണ്ടിയാ മുത്തശ്ശി സംസാരിക്കുന്നെങ്കിൽ വഴക്കുണ്ടാക്കരുത്. ഇവര് പൊയ്ക്കോട്ടെ. കണ്ടോ, ഇവൾക്ക് ഒരു പ്രശ്നമില്ല. അമ്മയ്ക്കാണല്ലോ നിർബന്ധം. ദുർഗ ഒരു പാവായത് കൊണ്ടല്ലേ നിങ്ങൾ ഇവളോട് ഇങ്ങനെ പെരുമാറുന്നത്? പിന്നെ അതെ, നോക്കിക്കോ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോ പൂർണിമേച്ചി നിങ്ങളെ വഴക്ക് പറയും. അങ്ങനെ പറഞ്ഞാ ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. അതേക്കുറിച്ചൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. ഒരു സപ്പോർട്ടുകാരൻ വന്നേക്കുന്നു.
ഞാൻ പറഞ്ഞല്ലോ, എനിക്കൊരു പരാതിയില്ല. എന്റെ പേരിലും ആരും വഴക്കുണ്ടാക്കാതിരുന്നാൽ മാത്രം മതി. ഹോ, തുടങ്ങി അവളുടെ ഒരു ഡ്രാമ. ഞങ്ങൾ പോവാ, നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ വാ വാ അഞ്ജു. വാ ഗിരിജ. എന്റെ മോളെ, എല്ലായിടത്തും നീ ഇങ്ങനെ തോറ്റു കൊടുക്കരുത്. എന്റെ പൊന്നു മോളെ, പെൺകുട്ടികൾ ഇങ്ങനെ പാവാവരുത്. അവര് പോട്ടെ മുത്തശ്ശി, ഇവിടെയും കടകളൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ഇവിടുന്ന് എവിടെയെങ്കിലും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാലോ. ബീയിങ് ഇൻ ദ പാർട്ട് ഓഫ് സൊല്യൂഷൻസ്, അതല്ലേ നല്ലത്. നിന്നോടൊന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്താന്ന് വെച്ചാ ചെയ്, നിന്റെ ഇഷ്ടം. അല്ലാതെന്ത് പറയാനാ ഈശ്വരാ. നിനക്ക് കാറിലെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തിട്ടൂടെ? അപ്പൊ ഡ്രൈവ് ചെയ്യുമ്പോ കോൾ എടുത്തൂടെ? ദേ പിന്നെ വിളിക്കുന്നുണ്ടല്ലോ. നീ ആ ഫോണിങ് ഇതാ, ഞാൻ കണക്ട് ചെയ്യാം. വേണ്ട ചേച്ചി, എന്റെ ഫ്രണ്ട്സാ, ഞാൻ പിന്നെ സംസാരിച്ചോളാം. ഞങ്ങള് കേൾക്കാൻ പാടില്ലാതെ എന്തെങ്കിലും ആയിരിക്കും അവര് വിളിച്ച് പറയുക. അതാ അവൻ ഫോൺ എടുക്കാത്തത്, അല്ലേടാ? അവര് കൂട്ടുകാരെ സംസാരിക്കുമ്പോ പലതും പറയും. നമ്മൾ പെണ്ണുങ്ങൾ മാത്രമായിട്ട് ഇരിക്കുമ്പോ പറയുന്നത് പബ്ലിക്കായി കേൾക്കുന്നത് നമുക്ക് ഇഷ്ടപ്പെടുവോ? അടുപ്പിച്ച് വിളിക്കുന്നുണ്ടല്ലോ പൃഥ്വി, എന്തേലും അത്യാവശ്യമായിരിക്കും. എന്ന് വണ്ടി നിർത്തി കോൾ എടുത്ത് സംസാരിക്കേ. ഹലോ, എത്ര നേരം കൊണ്ട് വിളിക്കുന്നു, നീ എന്താ ഫോൺ എടുക്കാത്തെ? ഞാൻ കാറിലാ. വണ്ടിയിൽ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട്. അവിടെ മുമ്പിൽ വെച്ച് ഞാൻ എങ്ങനെ ഫോൺ എടുക്കുക? എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ നമ്മൾ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം നീ ഉണ്ടാക്കിയില്ലേ? യെസ്. അതെന്റെ കോള് കാണുമ്പോ തന്നെ നിനക്ക് ചെയ്യാൻ സാധിക്കണം, മനസ്സിലായോ? ഓ ശരി. ഓക്കെ, ഞാൻ വിളിച്ച കാര്യം പറയാം. ഗീത ഹോസ്പിറ്റലിൽ നമുക്ക് വേണ്ട 5 പേരെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവരിന്ന് മരിക്കും.